നിന്റെ പ്രായത്തിൽ ചെറുക്കന്മാർ സ്വന്തം പിള്ളേരെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണ സമയമായിരിക്കും. ഇവിടെ വരത്തെ സ്വന്തം മുണ്ട് പോലും ഉടുക്കാൻ പറ്റാതെ 4 കാലിൽ കിടന്ന് ആണ്ണ കണ്ടില്ലേ? നിന്റെ ഒരു നശിച്ച കുടി. എന്ന് നിന്റെ അച്ഛൻ പോയ അന്ന് തുടങ്ങിയതാ എന്റെ തലവിധി. നിർത്ത്. സൗകര്യമില്ലടാ. എന്റെ ഭർത്താവ് എനിക്ക് ഉണ്ടാക്കിയ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളത് പറയും. നിന്റെ ചെലവിലല്ലല്ലോ ഞാൻ കഴിയണത്. എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണം ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ഞാൻ ചിലപ്പോൾ കുടിക്കും, ചിലപ്പോൾ എന്താ ഇങ്ങനെ നിന്ന് ആടും, ചിലപ്പോൾ ഇവിടെ കയറി കിടക്കും. ആരും എൻ്റെ അടുത്ത് ചോദിക്കണ്ട. അവന്റെ ഒരു ശമ്പളം. എടാ, എന്റെ ഭർത്താവ്, അതായത് നിന്റെ അച്ഛൻ സർവീസിൽ നിന്ന് മരിച്ചുകൊണ്ടാണ് നിനക്ക് ഈ ജോലി കിട്ടിയത്. ഇല്ലെങ്കിലേ നീ ഓടേ കിടന്നേനെ. കേട്ടാടാ? എടാ കേട്ടാന്ന്. ഇനി ഈ കാള രാവിലെ മുഖത്ത് വെയിലടിച്ചാലേ എണീക്കുള്ളൂ. പേടിച്ചുപോയി. മാമ ഇതപ്പോ ഒന്ന്. മക്കളെ ജയറാമേ, പണ്ട് നീ എന്നും രാവിലെ ഒരു അരഞ്ഞാണം മാത്രം ഇട്ടുകൊണ്ട് മാമൻ്റെ മുറിയിൽ വരുമായിരുന്നു എന്നെ എണീപ്പിക്കാൻ. അന്ന് നിന്റെ മണിയായിരുന്നു നിന്റെ കണി. എന്നും പറഞ്ഞ് നിന്റെ 35-ാം വയസ്സിൽ നിന്നെ ഉടുതുണി ഇല്ലാതെ കണിയാനുള്ള ആവശ്യം എനിക്കില്ലടാ. ചുമ്മാ ചേച്ചി, ഇവിടെ ആർക്കും അറിഞ്ഞൂടാത്തല്ലേ? ഇവനാണ് ഈ നാട്ടിലെ നമ്പർ 1 പാമ്പെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എല്ലാം എന്റെ തലവിധി, അല്ലാതെ ഞാൻ എന്തോ പറയാ. ഇവനെ കൊച്ചിലെ അടിച്ചു വളർത്തണമെന്ന് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട്. കൊഞ്ചിച്ച് ഈ ഗതിയാക്കിയല്ല. മാമ ഇരിക്കും, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. പോയി വല്ല കുളത്തിനും ചാടാ, ആ കെട്ടിറങ്ങിട്ട്. എന്റെ കാലശേഷം ഇവന്റെ ഗതി എന്താവോ എന്തോ. ഒരു പെണ്ണ് കെട്ടിയാൽ എല്ലാം ശരിയാവുമായിരുന്നു. എന്നാൽ അത് പറയാനാണ് ഞാൻ വന്നത്. ഇവൻ്റെ സ്വഭാവം അനുസരിച്ച് ഇവൻ ഈ നാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടൂല. അതുകൊണ്ടല്ലേടാ ഞാൻ മാട്രിമോണിയിൽ അടുത്ത ജില്ലയിൽ നിന്ന് പെണ്ണ് നോക്കണത്. ഒരു കാര്യമില്ല. കാരണം ഒരു കല്യാണമൊക്കെ ആകുമ്പോൾ ഏത് ജില്ലയിൽ നിന്നായാലും പയ്യൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കും. അപ്പോൾ നടക്കൂല. അങ്ങനെ നോക്കാത്തവരെ കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടി. എൻ്റെ അവിടെ ഉച്ചക്കട നല്ലൊരു പെങ്കൊച്ചുണ്ട്. അവരുടെ വീട്ടുകാർ ഞാൻ ഈ വാർഡ് മെമ്പറൊക്കെ ആയതുകൊണ്ട് ഏതെങ്കിലും നല്ല ആലോചന ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയും. വലിയ സ്വത്ത് പണമെന്നുള്ള വീട്ടിലെ കൊച്ചല്ല, പക്ഷേ പെങ്കൊച്ച് 10 മാറ്റ് തങ്കം. ചേച്ചി ഒന്ന് ആലോചിച്ച് പറ. അയ്യോ, ഇങ്ങോട്ട് ഒന്നും വേണ്ട, വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവിടാം. എങ്ങനെയെങ്കിലും നന്നായി കിട്ടിയാൽ മതിയായിരുന്നു. എങ്കിൽ ഇന്ന് തന്നെ സംസാരിക്കാം. എടാ, ഇനി അവർ ഒന്ന് അന്വേഷിക്കൂ. ചേച്ചി, എനിക്ക് കുടുംബത്തിലേ വിലയില്ലാതുള്ളൂ. പക്ഷെ നാട്ടിലങ്ങനെയല്ല. വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ്റെ സഹോദരിയുടെ മോനെന്ന് പറഞ്ഞാലേ പിന്നെ ഒരുത്തനും അന്വേഷിക്കാൻ വരില്ല. കാരണം എന്താ? ഉണ്ണികൃഷ്ണൻ അത്രയും നല്ലതാ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ ശേഷാരനും അത്രയ്ക്ക് നല്ലതായിരിക്കുമല്ലോ. ഏത്? ദൈവമേ, എങ്ങനെയെങ്കിലും നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. ചേട്ടാ, 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 എനിക്ക് എന്റെ ബാത്റൂമില് ചേട്ടന്റെ വൈഫാണ് ഞാൻ. അടിച്ച ഐറ്റം കൊള്ളാല്ലേ? കല്യാണം തന്നെ മറന്നുപോയി. ചേട്ടാ വന്ന് ഇനി ഡെയിലി ഇത് മതി. ചേട്ടാ വെട്ടി കിടക്ക്. എന്റെ പൊന്ന് വെച്ച എങ്ങനെയാന്ന് എണീറ്റ് വരാൻ പറ്റൂല. ആദ്യം എന്നെ ഇവിടെ എണീറ്റ് ഇരുത്തണം, എന്നിട്ട് എന്റെ തലവഴി വെള്ളം ഒഴിക്കണം. അങ്ങനെ കുറെ പ്രൊസീജിയർ ഉണ്ട്. വെള്ളം എടുക്കണ്ടോ? അയ്യോ മക്കളെ, അവൻ എന്നും അങ്ങനെയൊന്നുമില്ല. കല്യാണം ആയതുകൊണ്ട് കൂട്ടുകാർ കുടിപ്പിച്ചതായിരിക്കും. ഒട്ടും ബോധമില്ലായിരുന്നമ്മ. അതാണ് ഞാനും പറഞ്ഞത്. എന്ന് കുടിക്കുകയാണെങ്കിൽ അവന് കപ്പാസിറ്റി കാണൂലേ? അതില്ലാത്തതുകൊണ്ടാണ് അവന് ബോധം പോയത്. ഇനി മോള് വേണം അവൻ്റെ ദുശ്ശീലങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ. ഇവൻ്റെ അച്ഛനും ഇതുപോലെ ആയിരുന്നു. പിന്നെ എൻ്റെ വരച്ച വരയിൽ നിന്നില്ലേ? മോളെ ഈ കാപ്പി കൊണ്ട് അവൻ്റെ കൂടെ. എനിക്ക്
എനിക്കെന്ത് പേടിയാവണമ്മ. ചുമ്മാ ഇരുവണ്ണേ അങ്ങോട്ട്. കൂട്ടുകാരും എല്ലാം കുടിപ്പിച്ചതായിരിക്കും. ഇനി നീ വേണം ഇതെല്ലാം ശരിയാക്കി എടുക്കാൻ കേട്ടാ. എന്നാലും ഒരെന്നാലും ഇല്ല. നല്ല വലിയ കുടുംബം, സർക്കാർ ജോലി, ഒറ്റ മോൻ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ബന്ധമാണോ ഇത്? അമ്മ ഫസ്റ്റ് നൈറ്റിലൊക്കെ ബോധമില്ലെന്ന് പറഞ്ഞാ. ഇന്നത്തെ കാലത്ത് സ്വല്പം കഴിക്കാത്ത ആണുങ്ങളൊന്നും ഇല്ല. പിന്നെ നിനക്ക് സാമർത്ഥ്യം ഉണ്ടെങ്കിൽ ഇനി അവൻ കുടിക്കില്ല. ഈ ഒരു കുഴപ്പം മാത്രമല്ലേ അവനുള്ളൂ. നീ ഒരു കാര്യം ചെയ്, മിണ്ടാതകത്തുനിന്ന് പോലെ ജോലി ഉണ്ടെങ്കിൽ ചെയ്. ഫോൺ വഴി. എടാ മെനവട്ടവനെ, ആദ്യ രാത്രി കക്കൂസിനകത്ത് കിടന്നുറങ്ങി നിന്നെയൊക്കെ. മാമ പറ്റിപ്പോയി. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് മക്കളെ. ഡെയിലി ചീലയും നൂലും ഇല്ലാതെ ഹാളിൽ കിടന്നുറങ്ങണ നീ കക്കൂസിലോട്ട് കിടപ്പ് മാറ്റിയല്ല. ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. വല്ല ചാലിയും നിനക്ക് ഞാൻ ഒരു പെണ്ണിനെ കെട്ടിച്ചെന്ന്. അതിന് നീ എനിക്ക് ബ്രോക്കർ ഫീസൊന്നും തരണ്ട. ആ പെണ്ണിന്റെ തന്തേരെ കയ്യിൽ നിന്ന് നീ എനിക്ക് കൂമിന് ഇടി വാങ്ങി തരായിരുന്നാ മതി. അങ്ങേരെ ഇവിടെ യൂണിയനിലേക്കുള്ള ആളാണ്. അങ്ങേരെ കൈയുണ്ടല്ലോ ഒരു കാട്ടിലെ തടി പോലെ ഇരിക്കും. അപേക്ഷയാണ്. എന്താ ഇന്നലെ ഇവിടെ നടന്ന കാര്യം ഇനി ആരെങ്കിലും അറിയാൻ ബാക്കിയുണ്ടോ? അത് ഞാൻ ഇനി എനിക്ക് ഇവിടെ നിന്ന് ചൊറിഞ്ഞു കയറി വരും. അങ്ങോട്ട് മാറും. നീ ഇവിടെ പോണ്ട. ഞാൻ തൊഴിലുറപ്പിന് പോണു. എന്ത് പറഞ്ഞ? ചുമ്മാ കിട ചാടാ. ഇന്നലെ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ. ഇന്ന് വന്ന് കക്കൂസി കിടക്കരുത്. ശേ, ഇല്ലേ ഇല്ല. അതെ, കുറച്ച് സാമ്പാർ ഒഴിച്ചേ. മക്കളെ ചായ എടുത്താടി. അയ്യേ, ഒരു കറി നേരമാകുമ്പോ നിന്റെ വീട്ടുകാരെ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ? എന്റെ ഡ്രസ്സിലെങ്ങനെ വീണുണ്ടെങ്കിൽ വിവരം അറിഞ്ഞായിരുന്നു. മോളെ ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ആര്യ, നീ ഇപ്പോഴും കോളേജിൽ പഠിക്കുന്ന കൊച്ചു കുട്ടിയെന്നാണ് നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ നീ വേറെ വീട് ചെന്നൊരു കൊച്ചാണ്. അമ്മ ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ ചൂടായ? വേറെ ആരും അല്ലല്ലോ, നിന്റെ ഭർത്താവല്ലേ. അവർക്ക് അതിനുള്ള അവകാശമൊക്കെ ഉണ്ട്. ഇനി നീ ഇത് ആവർത്തിക്കൂല. അതാണ് വഴക്ക് പറഞ്ഞതിന്റെ ഗുണം. അമ്മ സത്യം പറഞ്ഞാൽ എനിക്കിവിടെ ഒട്ടും പറ്റല്ല. അതുകൊണ്ട് കളഞ്ഞിട്ട് ഇനി വരാൻ പോണ? ഇങ്ങോട്ടൊന്നും വരണ്ട. ഇത്രയും നല്ലൊരു ബന്ധം കിട്ടിയിട്ട് മോളെ ചേച്ചി ഇപ്പോൾ വരുമായിരിക്കും. എന്ത് മാമന് പോയിട്ട് വല്ല അത്യാവശ്യം ഉണ്ടോ? അത് പിന്നെ എനിക്ക് ഈ കുടുംബശ്രീയിലെ കോഴിക്കാരം വിതരണത്തിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഈ കോഴിക്കാരൻ വരെ നിങ്ങൾ ഈ ചായലിട്ട് തരേണ്ടതാണ്. അതിനോടെ അയ്യോ, ഒന്നും അറിഞ്ഞൂടാ. ദുഷ്ടത്തിനല്ലേ എടുത്താൻ കാണിച്ചത്. തന്നെ ഒരാളെ വിശ്വസിച്ചല്ലേ അച്ഛനും അമ്മയും കല്യാണം നടത്തിയത്. മോളെ അവൻ വല്ലപ്പോഴേക്ക് ചെറുതായിട്ടൊന്ന് കഴിക്കും. ചെറുതായിട്ട് ഡെയിലി ഒരു കുപ്പി മൊത്തമായിട്ട് അങ്ങ് കമത്തും ആ പാറ്റേൺ ടാങ്ക്. ഇത് പോരാത്തതിന് തൊട്ടേനും പിടിച്ചതിനും ദേഷ്യവും വയലൻസും. ഞാനൊട്ട് മാമ നിങ്ങൾക്ക് ഒരു വോട്ട്. ഇതിന്റെ മനസ്സാക്ഷിയെങ്കിലും കാണിക്കാത്തത്. മോളിങ്ങി വാ, വന്നിരിക്കും. മാൻ പറയട്ടെ. വാ മോളെ വന്ന്. പറ മോള് മാമൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ആണുങ്ങളെന്ന് പറയുന്നത് കാളയെ പോലെ. അത് കൊച്ചിലേ മുതൽ ഈ വിളയിലൊക്കെ മേഞ്ഞ് നടന്ന് ഒരുമാതിരി മുരട്ട സ്വഭാവമായിരിക്കും, പിടിച്ചാൽ കിട്ടാത്ത പോക്കുമായിരിക്കും. അങ്ങനെ അത് മതിച്ച് നടക്കുന്ന സമയത്ത് അതിൻ്റെ മൂക്കിലൊരു കുത്തി ഒരു കയറങ്ങോട്ടിടും. എന്നിട്ട് ആ കയറ് പിടിച്ച് ഇതിനെ കെട്ടുന്ന കയറിലോട്ട് കെട്ടും. പിന്നെ ഇത് അനങ്ങിയ അതിൽ പിടിച്ചൊരൊറ്റ വലി വലിക്കും. മൂക്ക് നീറി പൊന്നീച്ച പറന്ന് ഒരു നിപ്പങ്ങ് നിൽക്കും.
ജയറാമിൻ്റെ മൂക്കിലെ കയറാണ് മോളുടെ കഴുത്തിൽ കിടക്കുന്ന താലി. പിടിച്ചൊരു വലി അങ്ങ് വലിക്കണം. പിന്നെ എന്നെ അപ്പുറത്തെ വേളയെ നോക്കിയാൽ മതി, നിങ്ങളുടെ ശേഷാരം കാലം എന്നെ എടുത്ത് എറിയും. അങ്ങനെയാണെങ്കിൽ അവനെ പൂട്ടാൻ വേറൊരു വഴിയുണ്ട്. എന്ത് വഴി? സ്നഗി. എന്തോന്ന്? മാമൻ, ഞാൻ എങ്ങനെ അത് പറയും? മോളെ കുഞ്ഞാവാ സ്നഗി. അമ്മ തെളിച്ച് പറ അങ്ങോട്ട്. പെണ്ണേർ കൊച്ചായി കഴിഞ്ഞാൽ അത് ശരിയാവുന്നു. ദേ, ഇവിടെ അങ്ങേര് സഹിക്കാൻ വയ്യ, അപ്പോഴാണ് അങ്ങയുടെ കുഞ്ഞിനെയും കൂടെ. നിങ്ങൾക്ക് എങ്ങനെ തോന്നണം മാമ? എന്റെ മൈൻഡ് മാറുന്ന മുമ്പ് ഒഴിച്ചു പോ, അല്ല വല്ല തിളച്ച എണ്ണ എടുത്ത് ഒഴിക്കും. അപ്പം മാമൻ പോയിട്ട് വരാമേ. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. എനിക്ക് ഒരു ചായ എടുക്കണേ, അത്യാവശ്യമായിട്ട് പുറത്തു പോകണം. പറയണ കേട്ടതൊന്നും എന്തോ അത്യാവശ്യ കാര്യത്തിൽ പോണതുപോലെ. വല്ലവൻ്റെ കൂടെ വെള്ളം അടിക്കാൻ പോകാനാണ് ഇത്രയും ധൃതി. എന്ന് നന്നാവുകയാണോ എന്തോ ചെറുക്കൻ. അയ്യോ, എന്തിനാ? എന്ത് പറ്റിയിടാ? കൊച്ചു ബോധം കെട്ടി കിടക്കണം, നോക്കിക്കൊണ്ടിരിക്കണ. എടാ, അവക്ക് വയറ്റിൽ വല്ലതും ഉണ്ടാ? ഉണ്ട്. എന്റെ ശിശുര, കൊച്ചിനെ പിടിയില്ല. വയറ്റിലുണ്ട്. ഇത് എന്റെ കുപ്പിയും കമത്തിയിട്ട് കിടക്കുകയാണ്. ഇവള് കുടിക്കൂ? അത് പോവല്ലേ? അന്ന് കഴി. ഓ, എനിക്ക് വേണ്ടമ്മ. കുടിക്കാൻ കുറച്ച് മോര് തരൂ. കലക്കി കൊടു, അവന് കെട്ടിറങ്ങട്ട്. ചേട്ടാ, വരുമ്പോ ഒരു സാധനം മേടിച്ചിട്ട് വരുമോ? ടച്ചിങ്സ് ആയിരിക്കും. അല്ല, നല്ല പനങ്ങൾ കിട്ടുമോ നോക്കോ. ഈ ശീലമായിട്ട് നീ എപ്പോ തുടങ്ങി? ഞാൻ കോളേജിൽ തുടങ്ങി. അമ്മയ്ക്ക് എന്ത്? എടി, നിന്റെ അമ്മായിയമ്മ വിളിച്ചിട്ട് ഇനി ഞങ്ങളെ പറയാൻ ബാക്കിയൊന്നുമില്ല. നീ ഞങ്ങളെ നാണം കെടുത്തില്ലേടി? ഞാനും എന്റെ ഭർത്താവ് അല്പം കഴിക്കുന്നവരാണ്, അതിൽ ആരും ഇടപെടണ്ട കേട്ടല്ലോ. പെണ്ണെ, നിന്നുണ്ടല്ലോ ഞാൻ. ഹലോ ഹലോ. ഇനിയിപ്പോ എന്തൊക്കെ നടക്കൂത്ത ദൈവമേ. അടിക്കാതെ കയ്യും പറക്കണത് ഇങ്ങനെ അവിടെ പോയി കിടക്കണം. ചേട്ടാ, ചേട്ടാ ഒന്ന് അനങ്ങി നാടാ, ഇവിടെ കഴി പറിച്ചിട്ട് വയ്യ. ഞാൻ ലിവർ ഫ്രൈക്ക് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, വരണ്ടെന്ന് അടിക്കാം. ചേട്ടൻ്റെ ഒരു ആക്രാന്തം. എവിടെ വീട് വേദനിക്കണേ. എന്താ ഈ നാട്ടുകാരെ കൂടെ അറിയിക്കൂടി. അറിഞ്ഞെന്തോന്നു? നല്ല പൊരുത്തോള് പിള്ളേരെന്ന് പറയും. ഞാൻ അടിക്കണില്ല. അപ്പൊ ഒറ്റയ്ക്ക് അടിക്കാനോ? നീയും അടിക്കണില്ല. ഞാൻ തീരുമാനിച്ചോളാം. ഈ വീട്ടിൽ ഒരു കുടിയാൻ മതി. ഒരു പാട്ട് വന്ന് നോക്ക്. ആ കാണ്, മോള് കിടക്കണ കിടപ്പ് കാണും. നീ വെച്ചോ, നമുക്ക് താഴെ സംസാരിക്കും. വാടാ മക്കളെ, മാമയല്ലേ വിളിക്കുന്നത്. ഒരു പാട്ട് പാടിയിട്ട് പോകണം. ചേച്ചിക്കൊരു കാര്യം അറിയൂ, അവളെ അച്ഛൻ നാണക്കേടുകൊണ്ടാണ് വരാത്തത്. അവളെങ്ങനെയല്ല ഞങ്ങൾ വളർത്തിയത്. ഇനി ഇപ്പൊ വളർത്തിയതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല.
എനിക്ക് ഇതൊക്കെ നാണക്കേടുണ്ടാക്കണ കാര്യമാണ്. എന്റെ കൂട്ടുകാരന്മാരെ ഭാര്യമാര് അവർ കുടിച്ചാ പ്രശ്നം ഉണ്ടാക്കും. ഇവിടെ എന്റെ ഭാര്യയെ ഞാൻ കുടിക്കാൻ വാങ്ങിച്ചു കൊടുക്കാത്തതിലാണ് പ്രശ്നം ഉണ്ടാക്കണം. ചുമ്മാല്ല ശീല, ഇവനെ നന്നാക്കേണ്ട അവള് തന്നെ ഇങ്ങനെ തുടങ്ങിയാലോ? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് ആവശ്യം ഒരു സൊല്യൂഷനാണ്. ആരെയും നമുക്ക് ഡി അഡിക്ഷൻ സെന്ററിൽ കാണിക്കാം. ആദ്യം തൈ മുഴു കുടിയനെ കൊണ്ടുപോയി കാണിക്കേ. ആരും ഞെട്ടണ്ട, ഞാൻ ഒരു തുള്ളി കുടിച്ചിട്ടില്ല, ഇന്നെന്നല്ല ഇന്നേ വരെ. പിന്നെ എന്റെ കുപ്പി വാങ്ങിയിട്ടാണ്. അത് ഞാൻ ക്ലോസറ്റ് ഒഴിച്ചു, മണം കിട്ടാൻ വേണ്ടി കുറച്ച് ദേഹത്ത് ഒഴിച്ചു. ഞാൻ എപ്പോഴും പറയില്ല ചേച്ചി നമ്മളെ കൊച്ചു കുടിക്കില്ലെന്ന്. കാരണം താൻ മിണ്ടരുത്. തനിക്കുള്ള ഞാൻ തരാം. അത് എവരെടുത്ത് 2 വർത്താനം പറയട്ടെ. ഞാൻ കല്യാണം കഴിച്ചതേ എനിക്ക് ജീവിതത്തിൽ ഒരു കൂട്ടിന് വേണ്ടിയിട്ടാ, അല്ലാതെ 10-36 വയസ്സായിട്ടും സ്വബോധം പോലും ഇല്ലാത്ത ഒരുത്തനെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. ഇയാളുടെ കുടി നിർത്തണമെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകണം. ക്യാരക്ടർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വല്ല കൗൺസിലിങ്ങിനും കൊണ്ടുപോകണം. അല്ലാതെ ഇതൊക്കെ നേരെയാക്കാൻ വേണ്ടി പിടിച്ച് കെട്ടിക്കുകയല്ല വേണ്ടത്. ഇത്രയും കാലം നിങ്ങൾ വളർത്തിയിട്ട് നേരെയാവാത്ത ഒരാളെ ഇന്നലെ കയറി വന്ന ഞാൻ നന്നാക്കണം. അത് എന്റെ കടമയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ മക്കളെ നേരെ വളർത്താൻ പാരന്റ്സിന് ഒരു കടമയില്ലേ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം നേരെ ചെയ്യാതെ എവിടെയോ കിടക്കണ ഒരു പെണ്ണ് അവളുടെ ജീവിതം തൊലച്ചു ചെയ്യണം. അത് എവിടത്തെ ന്യായമാണ്? മതി നിർത്ത. അമ്മ മിണ്ടായി. എനിക്ക് കല്യാണ സാരി വാങ്ങാൻ 10 കട കയറി ഇറങ്ങിയല്ല. കല്യാണം കഴിച്ചു കൊടുക്കണ പയ്യൻ നല്ലതാണെന്ന് അന്വേഷിക്കുക ഈ ത്വര കാണിച്ചിരുന്നെങ്കിലേ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുമായിരുന്ന. വല്ലവനും പറഞ്ഞിട്ടിട്ട് എന്റെ ജീവിതം തൊലച്ചിട്ട്. എടോ, തനിക്കൊരു മോള് വളർന്നു വരുന്നതല്ലേ, ഇങ്ങനെ ഒരുത്തിന്റെ കൂടെ തന്റെ മോള് അയക്കോ? ഇല്ല. അപ്പൊ വല്ലവന്റെ മോള് എങ്ങനെയോ പോട്ടെന്നല്ലേ? മോളെ, നീ കുടിക്കുമെന്ന് അറിഞ്ഞത് തൊട്ട് ഇവൻ കുടിച്ചിട്ടില്ല. ഇവന് ഒരു ചാൻസ് കൂടെ കൊടുത്തൂടെ? ഇവൻ നന്നാവും മോളെ. അത് നന്നായതല്ല, ഭാര്യ കുടിക്കുന്ന നാട്ടുകാരറിഞ്ഞ നാണക്കേടാവെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ താൻ കുടിയനാണെന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനമാണ്. ആണിനും പെണ്ണിനും രണ്ടിനായോ? പിന്നെ ഇനി ചാൻസ് കൊടുക്കുന്ന കാര്യം, ഇയാൾ നാളെ തൊട്ട് വീണ്ടും കുടി തുടങ്ങും. കാരണം ഇയാൾ അഡിക്റ്റ് ആണ്, എല്ലാത്തിലും എക്സ്ട്രീമാണ്. കുടിയാണെങ്കിൽ മൂക്ക് മുട്ടി കുടിക്കും, ദേഷ്യം വന്നാൽ എന്ത് തോന്നുന്നു അത് ചെയ്യും. അതിന് ആർക്ക് വേദനിച്ചാലും അയാൾക്ക് ഒരു പ്രശ്നവും. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി എന്നെ ഫിറ്റായി കക്കുസി കിടന്ന ഒരാളിൽ നിന്നേ ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിക്കല്ല. എന്റെ ലൈഫിൽ എനിക്ക് കുറച്ച് ഗോൾസ് ഉണ്ട്. അതെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ ഒരുത്തനെ നന്നാക്കാൻ വേണ്ടിയേ എന്റെ ജീവിതം തൊലയ്ക്ക് എനിക്ക് താല്പര്യമില്ല. ഇയാൾ നന്നാവുന്ന ഗണത്തിൽപ്പെട്ട ഒരാളല്ല. കാരണം നൊന്തുപെറ്റ അമ്മ വർഷങ്ങളായിട്ട് ഇയാൾക്ക് വേണ്ടി കണ്ണീർ ഒഴുക്കുന്ന കാണാത്തവനെ ഇന്നലെ കയറി വന്ന് എനിക്ക് പുല്ല് വില തരും. അതുകൊണ്ട് ഇനി എനിക്ക് ഇയാളുടെ കൂടെ തുടരാൻ താല്പര്യമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോകും. ഒരു പെണ്ണ് കെട്ടിയ മകൻ നന്നാവുമെന്നും പറഞ്ഞ് നാടിനും വീടിനും ഒരു ഗുണവുമില്ലാതെ സ്വയം നശിച്ച് നടക്കുന്ന മക്കളെ കല്യാണം കഴിപ്പിച്ച് നന്നാക്കാൻ നോക്കുന്ന വീട്ടുകാർ നമ്മുടെ നാട്ടിലുണ്ട്. മക്കളെ ഇത്രയും കാലം കൈ കിട്ടിയിട്ട് നേരെ വളർത്താൻ പോലും പറ്റാത്ത ഇവര് ലിറ്ററലി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അറിഞ്ഞുകൊണ്ടും മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടിയാണ് തുലയ്ക്കുന്നത്. ഇവിടെ പാരൻസ് സ്വന്തം മകൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് നന്നായാൽ മതി എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോഴും സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കുന്നത് എത്ര വലിയ തെറ്റാണെന്നൊന്ന് ചിന്തിക്കുന്ന പോലും. അതുപോലെ പെൺവീട്ടുകാരോടൊരു കാര്യം, പയ്യൻ്റെ വീട്ടിൽ കാറുണ്ടോ, വീടുണ്ടോ, ഗവൺമെൻറ് ജോലി ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതിന് മുമ്പ് പയ്യൻ്റെ ക്യാരക്ടർ നല്ലതാണോ എന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഇനി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവസാനം വരെ നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല. അതുകൊണ്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കല്യാണം അതിഗംഭീരമായിട്ട് നടത്താൻ എടുക്കുന്ന ഒരു എഫേർട്ട് ഇനിയെങ്കിലും ചെക്കന് ക്വാളിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. താന്തോന്നിയായിട്ട് നടക്കുന്ന ഒരു ചെക്കനെ നന്നാക്കി എടുക്കേണ്ടത് കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയെങ്കിലും എല്ലാവരും പഠിപ്പും അന്തസ്സും മാത്രം നോക്കാതെ ചെക്കൻ്റെ ക്യാരക്ടർ കൂടി മനസ്സിലാക്കിയിട്ട് വിവാഹം നടത്താൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സിൻ്റെ വീഡിയോസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ.
ഇതേ നൽകണം.